ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കമ്മൽ നമുക്ക് എത്രയും മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന കമ്മൽ എന്ന് പറയുന്നത് ഇത്രയും ഉള്ള ഒരു ചെറിയ സ്റ്റെഡാണ് കേട്ടോ. ഇതൊരു വൈറ്റ് സ്റ്റെഡാണ്. കണ്ട നമ്മളുടെ ആ ഒരു ഹൈദരാബാദ് പെള്ളിൻ്റെയൊക്കെ പോലത്തെ ഒരു കമ്മലാണ് കേട്ടോ ഇത്. അപ്പം ഇതിന് നമുക്ക് ഹാങ് ഇടാം. ഹാങ് ഇട്ട് നല്ല സുന്ദരമാക്കാം. അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലത്തെ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഈ ചെയിൻ വെച്ചാണ് നമ്മളിത് ഹാങ് ഇടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടുന്നത് ഈ ഒരു വ്യൂ സ്റ്റാർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടുന്നത് ഈ ഒരു 4 മുത്താണ്, 4 വൈറ്റ് മുത്ത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചെയിൻ നമുക്ക് ആദ്യം എത്ര ലെങ്ത് വേണം അത്രയും ലെങ്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരു കമ്മിൽ തന്നെ 2 ഹാങ്ങാണ് നമ്മൾ ഇടുന്നത്. അപ്പം ആദ്യത്തെ ഹാങ് വലുതും രണ്ടാമത്തെ ഹാങ് കുറച്ചുകൂടെ ചെറുതുമായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് വലിയ ഹാങ്ങിങ്ങിനുള്ള ആ ഒരു ചെയിനാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ആ ഒരു ചെയിൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇത്രയാണ് നമ്മളുടെ ആദ്യത്തെ ഒരു ഹാങ്ങിങ്ങിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഹാങ്ങാണ് നമുക്ക് വേണ്ടുന്നത്, അതിൻ്റെ തൊട്ട് ചെറുത്. അപ്പോൾ നമുക്കിത് ഒന്ന് അളവെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത്ര അളവിലാണത് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കമ്മലിൻ്റെ ആ ഒരു ചെയിൻ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ ഒരു സെറ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വലുത് വെച്ച് നമുക്ക് അതേ അളവിലുള്ള ഒരു ചെയിൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആ അളവ് വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടോ, അപ്പോൾ ഇത് രണ്ടും ഒരേ അളവായി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറുത് ഒരേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സ്കെയിലിൽ പിടിച്ച് അളന്നെടുത്താലും മതി കേട്ടോ. അപ്പോൾ എനിക്കിതാണൊരു എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതാ 2 സെറ്റ് കമ്മലിനുള്ള ചെയിനുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെറുത് ഇത് വലുത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ പെയറായിട്ട് മാറ്റാം. ആദ്യം ഒരു ചെറുതെടുത്ത് വെച്ചു, പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു വലുതെടുത്ത് വെച്ചു. ഓക്കെ, മറ്റേത് നമ്മളിതാ ചെറുതെടുത്ത് വെച്ചു, പിന്നെ നമുക്കൊരു വലുതെടുത്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്യൂ സ്റ്റാറാണ്. അപ്പോൾ നമുക്കൊരു 4 ഫ്യൂ സ്റ്റാർ നമുക്ക് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആ കമ്മലും ഈ ചെയിനിനകത്ത് നമ്മളുടെ ഈ ഒരു ബീഡ്സ് നമുക്ക് കണക്ട് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ ബീഡ്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫ്യൂ സ്റ്റാർ എടുക്കണം. ഈ ഫ്യൂ സ്റ്റാർ എടുത്തിട്ട് നമ്മളിതാ ഈ ഒരു വൈറ്റ് മുത്ത് എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ കൊരുത്ത് കൊടുക്കണം. അപ്പോൾ അതിതാ ഇങ്ങനെ വന്ന് തട്ടി നിന്നോളും. എന്നിട്ട് നമുക്ക് ഒരു ചെയിൻ എടുത്തിട്ട് നമുക്ക് ആ ചെയിനിൻ്റെ അറ്റത്തുള്ള ആ ഒരു കണ്ണിയിലോട്ട് ഇതങ്ങോട്ട് കയറ്റി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കാം, കണ്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് പതുക്കെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇത് നമുക്കിതിൻ്റെ ബാക്കി വരുന്ന കമ്പി അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ്ട് നമ്മളെ കമ്മൽ കണ്ടോ. ഫസ്റ്റ് ആ ഒരു ഹാങ് ഇങ്ങനെ കിടക്കും. ഇനി നമുക്ക് അതിൻ്റെ ചെറിയ ഹാങ്ങാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ അടുത്ത ഫ്യൂ സ്റ്റാർ എടുത്തിട്ട് അടുത്ത മുത്ത് നമ്മളെടുത്തു, നമ്മളൊന്ന് കൊരുത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചെറിയ ചെയിൻ എടുത്തു, അതിൻ്റെ അറ്റത്തേക്ക് വെച്ച് മുകളിലേക്കൊന്ന് അത് വലിച്ചിട്ട് നമ്മളൊന്ന് പ്രഷർ വെച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു കമ്മലിൻ്റെ ഒരു സെറ്റാണ് ഇവിടെ ശരിയായിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഒരു കമ്മലിൻ്റെ 2 സെറ്റ് ഇവിടെ നമുക്ക് ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സെറ്റും കൂടെ ശരിയാക്കാം. അത് നമ്മൾ അടുത്ത ഫ്യൂ സ്റ്റാർ എടുത്തു, വൈറ്റ് മുത്ത് കൊരുത്തു, പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന വലിയ ചെയിൻ എടുത്തു, നമ്മൾ അകത്തേക്ക് കയറ്റി കൊടുത്തു, ഇതൊന്ന് ചുറ്റിയെടുത്തു. എന്നിട്ട് ഏറ്റവും ബാലൻസ് വരുന്ന സംഭവം നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു ഫ്യൂ സ്റ്റാർ എടുത്തു, നമ്മൾ ഈ ചെറിയ ചെയിനും എടുത്തു, അതിൻ്റെ സൈഡിൽ നമ്മളത് കയറ്റി കൊടുത്തു. ഇതിന് മുകളിലേക്ക് ഇട്ടിട്ട് നമ്മളിതൊന്ന് തിരിച്ച് ചുറ്റി കൊടുത്തു. അപ്പോൾ നമ്മുടെ കമ്മലിന് ആവശ്യമായ സംഭവങ്ങളെല്ലാം റെഡിയായി. ഇതായി ഒരു ഫ്യൂ സ്റ്റാർ എടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ ഈ ഒരു പെയർ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന പെയറിൻ്റെ ഏറ്റവും മുകളിലത്തെ കണ്ണിയിലൂടെ നമുക്ക് ഇതൊന്ന് കൊരുത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയ ആ ഒരു ചെയിനിൻ്റെ കണ്ണിലും കൂടെ നമുക്കൊന്ന് കൊരുത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാ ഈ ഒരു കമ്മൽ ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് വളച്ചു കൊടുക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ചെറിയ സാധനം, ഒരു ചെറിയ ചുള്ളിക്കമ്പ് പോലത്തെയോ, അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു തീപ്പെട്ടി കമ്പാണ്. കണ്ടോ, അപ്പം അങ്ങനത്തെ ഒരു സാധനം വെച്ച് ദാ ഇതിൻ്റെ ഇടയിലോട്ട് അങ്ങ് ഈ ഒരു ഫ്യൂസ് സ്റ്റാർ വെച്ചേക്കുന്നതിൻ്റെ കണ്ടോ അതിൻ്റെ ഇടയിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഈ ഫ്യൂസ് സ്റ്റാർ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് ബാക്കി നമുക്ക് പ്രസ്സറും കൂടെ വെച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കി നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്കിത് പതുക്കെ ഇതിനകത്തുനിന്ന് ഇനി ഊരിയെടുക്കാം. കണ്ടോ, നമ്മളെ ഒരു കമ്മൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കമ്മൽ ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മളൊരു ഫ്യൂസ് സ്റ്റാർ എടുക്കണം. ഫ്യൂസ് സ്റ്റാറിന് പകരം നേരത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പി എടുത്താലും മതി കേട്ടോ. ഫ്യൂസ് സ്റ്റാർ എടുക്കണം. പിന്നെ നമ്മൾ ഈ നീളം കൂടിയ ചെയിനിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു കണ്ണി കൂടെ നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ചെറിയ ചെയിനിൻ്റെയും ആ ഒരു കണ്ണി കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. കണ്ടോ, എന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു തീപ്പെട്ടിക്കോല് വെച്ച് നമുക്ക് പയ്യെ ഒന്ന് ചുറ്റി കൊടുക്കാം. ബാക്കി നമുക്ക് പ്രസ്സറും കൂടെ വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. നമുക്ക് അവിടെ ഒരു ഹോൾ കിട്ടണം കേട്ടോ. നമുക്ക് കമ്മലിടാൻ വേണ്ടിയുള്ള ഒരു ഹോളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് പതുക്കെ ഊരിയെടുക്കാം. അപ്പം നമ്മുടെ 2 കമ്മലുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ സ്റ്റെഡിലേക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെഡ്. അപ്പോൾ സ്റ്റെഡ് നമുക്ക് പതുക്കെ ഊരി ആദ്യം നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇനി നമുക്ക് അടുത്ത കമ്മലും കൂടെ നമുക്കൊന്ന് ഇട്ടുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കമ്മൽ. അപ്പോൾ ഈ കമ്മൽ ഇഷ്ടമായില്ലേ? ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാനായിട്ട്, നല്ല ഭംഗിയുമില്ലേ കാണാനായിട്ട്? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏത് കളറിൽ സ്റ്റെഡ് കമ്മലിൽ വേണമെങ്കിലും നമുക്ക് അതേ കളറിൽ ചെറിയ മുത്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സ്റ്റെഡ് എങ്ങനെയാണോ അതിലും ചെറിയ മുത്ത് വേണം നമ്മൾ താഴെ ഹാങ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. ഓക്കെ, എന്നാലേ കമ്മലിനൊരു ഭംഗി കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഒറ്റ ചെയിനിൽ വേണമെങ്കിലും ചെയ്യാം, 3 ചെയിനിൽ വേണമെങ്കിലും ചെയ്യാം. എല്ലാം പാറ്റേൺ ഇത് തന്നെയാണ്. ഓക്കെ, 3 ചെയിനാണെങ്കിൽ നമ്മൾ ആദ്യം വലുത്, പിന്നെ അതിൽ ചെറുത്, വീണ്ടും ചെറുത്, അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ചെയിൻ കട്ട് ചെയ്യണം. ഒറ്റ ചെയിൻ ആണെങ്കിൽ നമ്മൾ ഒരേപോലത്തെ ഒരേ സൈസ് 2 ചെയിൻ, ഒരു കമ്മലിന് 2 ചെയിൻ ഓരോന്ന് ഇടണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പം ഇതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെയുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം.